അങ്കിളെ നിർത്തൂ അങ്കിള് വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. ഇവിടെ വയസ്സായ കക്ഷിയല്ലേ ഇവിടെ താമസിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതെ അതെ, വേഗമായോ. എന്താണ്, വേഗം നടക്ക്. എന്തായാലും നമുക്ക് ഡോക്ടറെ വിളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇതാണ് ഈ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ സ്ഥിതി. ആ, ഡോക്ടർ എത്തി. ആ, ഡോക്ടർ എന്തായി ഡോക്ടർ? എന്താ? ശരി, ഡെത്ത് കൺഫേം ആയി. ശരി, അതെ, ഇനി ബന്ധുക്കളെ അറിയിച്ചോളാം. ഓക്കെ, ശരി. ഇതാക്കളെ പത്രം. ഞാൻ മോനെ കാത്തു നിൽക്കുകയായിരുന്നു. മോൻ ഇനി ഈ പത്രം വീട്ടിൽ കൊണ്ടിട്ടാൽ മതി, അടക്കാൻ വയ്യ. അതെന്താക്കളെ, വീട്ടിലാരുമില്ലേ? ഇല്ല മോനെ, എല്ലാവരും പോയി. മകൻ അവൻ്റെ ജോലി സ്ഥലത്തേക്ക് ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടു പോയി. അപ്പം എന്താ അങ്കിള് പോവാത്തത്? എനിക്ക് ഈ പട്ടണവും ഫ്ലാറ്റും ഒന്നും ഇഷ്ടപ്പെടില്ല. നമ്മുടെ നാടിനോളം വരുമോ? എന്നാലും ഒറ്റയ്ക്ക്. എനിക്ക് ഈ നാടേ പറ്റും മോനെ. അതിപ്പോൾ ജനിച്ച മണ്ണിൻ്റെ ഗന്ധം ഒന്നും വേറെ അല്ലേ. മോൻ രാവിലെ വന്ന് എന്നെ വിളിച്ചാൽ മതി. ശരി അങ്കിളെ, ഞാൻ പോട്ടെ. അങ്കിളെ ആ മോനെ, പത്രം. എന്തൊക്കെയുണ്ട്? മോനെ ദിവസവും കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പത്രം വീട്ടിൽ കൊണ്ട് തരാൻ പറഞ്ഞത്. ആ മോനെ, എന്താ അങ്കിളെ? ഇത് കയ്യിരിക്കട്ടെ. മോൻ്റെ ഫോൺ നമ്പരാ. എന്തെങ്കിലും ആവശ്യം വരുന്നേക്കും, നിനക്കാണല്ലോ ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഹലോ, ഏട്ടനെ ഞാനാണ് ഫോൺ ചെയ്തത്. രാവിലെ പത്രം വന്നപ്പോൾ അങ്കിളെ വിളിച്ചിട്ട് എണീക്കുന്നില്ല. നന്നായി മോനെ എന്നെ വിളിച്ചത്. അച്ഛനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ബാംഗ്ലൂർ വന്ന് നിൽക്കാൻ. കേട്ടില്ല. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഇങ്ങനെയാ. ഉണ്ണിയുടെ കാര്യം അച്ഛനൊരിക്കൽ പറഞ്ഞിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു നിന്നെ. അങ്കിളിന് ഈ വീടും നാടും വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ ഒറ്റപ്പെട്ട് ജീവിക്കാനായിരുന്നു ഇഷ്ടം. ഒടുവിൽ ഇങ്ങനെയും. ഉണ്ണിക്കുട്ടിലായിരുന്നെങ്കിൽ അച്ഛൻ്റെ ശരീരം കാണാൻ പറ്റില്ലായിരുന്നു.